ഇടം വീട്ടിൽ കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ പില്ല. വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജില്ലയായിരിക്കുന്ന മലപ്പുറം ജില്ലയിൽ നിന്ന് പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ടൂറിസ്റ്റ് ബസ്സാണ്. തിരൂരുള്ള മൈലാഞ്ചി ഹോളിഡേസിന്റെ ആണ് ഈ ഒരു പുതുപുത്തൻ അടിപൊളി ടൂറിസ്റ്റ് ബസ്. അശോക് ലേലാൻഡ് വൈക്കിംഗ് 12 മീറ്റർ ചേസിൽ പ്രകാശിന്റെ സെഡോൺ ഫ്രണ്ട് ആൻഡ് ബാക്കിലാണ് ഈ ഒരു ബസ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബസ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഫ്രണ്ട് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രകാശിന്റെ ഫേമസ് ആയിട്ടുള്ള സെഡോൺ ഫ്രണ്ട് ആൻഡ് ബാക്ക് ലുക്കിലാണ് ഈ ഒരു ബസ് ഇറങ്ങിയിട്ടുള്ളത്. പ്രകാശിന്റെ സെഡോണിന്റെ മനോഹരമായ കൗള് കാണാം. ആ ഒരു ഗ്രാഫിക്സ് വർക്ക് ഒക്കെ വന്നപ്പോൾ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു കൗള്. അതുപോലെ ഇതിന്റെ എഡിഷനും കൊടുത്തിരിക്കുന്നത് സ്കാർഫേസ് എന്നുള്ളതാണ്. അതുപോലെ മൈലാഞ്ചിയുടെ എല്ലാ ബസ്സുകൾക്കും കൊടുക്കുന്ന ആ ഒരു സെയിം ഫോണ്ടിൽ തന്നെയാണ് ഇതിന്റെ ഒരു ലെറ്റർ കൊടുത്തുള്ളത്, നെയിം ലെറ്റർ കൊടുത്തുള്ളത് കണ്ടില്ലേ, മനോഹരമാക്കിയിട്ട് ആ ഒരു ഫോണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെഡോണിന്റെ തന്നെ മനോഹരമായ കൊമ്പുകൾ നമുക്ക് മുകളിൽ കാണാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാ കളറുകളും ഈ ഒരു ബസ്സിന്റെ ഗ്രാഫിക്സിൽ വന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും ഒരു ഭംഗി കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ നോക്കാം. നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈൽ ലുക്കിലേക്ക് നോക്കാം. സാധാരണ നമ്മുടെ പഴയ BS4 സെഡോൺ ബസ്സുകൾക്ക് ഇറങ്ങുന്ന ഫുൾ ഔട്ട് ചെയ്യുന്ന ഡോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന ഡോറല്ല. അതുപോലെ ഇതിന്റെ ടയർ സൈസ് 295/80/22.5 സൈസിലുള്ള MRF ടയർസാണ് വെച്ചിട്ടുള്ളത്. ക്രോമിന്റെ പ്ലേറ്റ്സ് കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഡിക്കിൽ വരുന്നതിന്റെ ബാറ്ററി ബോക്സ് ആണ്. 12 വോൾട്ട് 2 ബാറ്ററി വെച്ച ബോക്സ് ആണ് വരുന്നത്. അതിന്റെ മുകളിലായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് ഡിക്കി സ്പേസ് വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ആയിട്ട് ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ആ സ്പേസ് അപ്പുറത്തെ ഡിക്കി ആയിട്ട് ഇന്റർകണക്റ്റഡ് ആണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. ഇവിടെ ഇതിന്റെ സ്പെയർ വീലിന്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഡിക്കിൽ വരുന്നതിന്റെ സ്പെയർ വീലിന്റെ ഓപ്പണിംഗ് ആണ്. അതുപോലെ ബാക്ക് വീൽ ടയേഴ്സ് ഇതിന് കുറെ കളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു കളറാണ് ഇതിനകത്ത് വീൽ കപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പിസ്ത കളറും വൈറ്റ് കളറും ചേർന്നുള്ള കോമ്പിനേഷനുള്ള വീൽ കപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ബാക്ക് ഡിക്കി ഓപ്പണിംഗ് വരുന്നുണ്ട്. ബെല്ലി ഡിക്കിയുടെ ഭാഗമായിട്ടുള്ള 2 ഡിക്കി ഓപ്പണിംഗ് ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ബാക്ക് ഡിക്കി സ്പേസുമായിട്ട് ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഡിക്കി സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സൈഡ് പ്രൊഫൈൽ ലുക്ക് വരുന്നത്. ഇനി നമ്മൾ അടുത്ത സൈഡ് ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആൽബു ടാങ്ക് വരുന്നത് 25 ലിറ്റർ ആണ് ആൽബു ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇവിടെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഇത്രയും ഭാഗം കാണിക്കുന്നത് ഇതിന്റെ ഡീസൽ ടാങ്കിന്റെ ടാങ്കാണ് വരുന്നത്. 350 ലിറ്ററാണ് ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിന്റെ ഡിക്കി സ്പേസ് എല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് അപ്പുറത്തെ ഡിക്കി കാണാം. ഇതാണ് ഡീസൽ ടാങ്കിന്റെ ഓപ്പണിംഗ് ഈ ഒരു പോർഷനാണ് വരുന്നത്. ബാക്ക് ഡിക്കി ആയിട്ടും ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഡിക്കി സ്പേസ് സൈഡിലെ ഈ ഒരു ഭാഗത്ത് ഒരൊറ്റ ഓപ്പണിംഗ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇത് ബാക്കിൽ ഡിക്കി ആയിട്ടുള്ള ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഡിക്കി സ്പേസ് ആണ്. ഇതിന്റെ മുകളിലായിട്ട് ഇവിടെ ഇതിന്റെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഈ ഒരു സൈഡിലെ ലുക്ക് വരുന്നത്. മൈലാഞ്ചിയുടെ ബാക്ക് ലുക്ക്, സെഡോണിന്റെ മനോഹരമായ ലുക്കാണ് ബാക്കിൽ വരുന്നത്. ഞാൻ സെഡോണിന്റെ ലുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെ സ്കാർഫേസ് എന്നുള്ള എഡിഷൻ ഗ്ലാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രകാശിന്റെ ബാഡ്ജിങ് കാണാം. ഇവിടെ ആയിട്ട് ഇതിന്റെ ഒരു വലിയൊരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ബെല്ലി ഡിക്കി, സൈഡ് ഡിക്കി ആയിട്ടുള്ള ഇന്റർകണക്ട് ചെയ്തിട്ടുള്ള ഡിക്കി സ്പേസ് ആണ്. ഇനിയാണ് നമ്മൾ ഇതിന്റെ ഹൈലൈറ്റ് ഐറ്റം ഗ്രാഫിക്സ് നോക്കാൻ പോണത്. ശ്രീജിത്ത് എന്നുള്ള വ്യക്തിയാണ് ഈ ഒരു ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇതിനകത്ത് ഇല്ലാത്ത കളേഴ്സ് ഇല്ല. റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, പിസ്ത കളർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രേ കളർ ഉണ്ട്, അതുപോലെ വൈറ്റ് കളർ ഉണ്ട്. അതെല്ലാം ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഇതിന്റെ സെന്ററിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡെവിൽ ഗാങ് എന്നുള്ള പേരൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഗ്രാഫിക്സിന്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആൾക്കാർക്ക് അതിന്റെ ഒരു ഡിസൈൻ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു മദർ ബോർഡിന്റെ ഒരു ടൈപ്പ് ഒരു സജഷൻ വന്ന ഡിസൈനാണ് ഇതിന്റെ ഗ്രാഫിക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് എങ്ങനെയുണ്ട് മക്കളെ? നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ഡ്രൈവർ ക്യാബിൻ, മൈലാഞ്ചിയുടെ ഡ്രൈവർ ക്യാബിൻ. ലൈലൻഡ് 12 മീറ്റർ ATP ടൂറിസ്റ്റ് ബസ്സാണ്. H സീരീസ് 6 സിലിണ്ടർ എഞ്ചിനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 200 HP പവറും 700 Nm ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്റ്റിയറിംഗ് വീല് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. BS6 നല്ല മനോഹരമായ ലൈലൻഡ് സ്റ്റിയറിംഗ് വീല് കാണാം. അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇവിടെ ആയിട്ട് ഇതിന്റെ പവർ സ്വിച്ച്, USB ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഇന്റീരിയർ ലൈറ്റ്സിന്റെയും ക്യാബിൻ ലൈറ്റ്സിന്റെയും ഫാനിന്റെയും കാര്യങ്ങളുടെയൊക്കെ സ്വിച്ചുകൾ ഇവിടെ ഈ പോർഷനിലാണ് കൊടുത്തുള്ളത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇപ്പം വന്ന് ഫ്രഷ് ലുക്കിലാണ് ഈ ഒരു ബസ് ഉള്ളത്. വണ്ടി ഇനി അപ്ഡേഷന് പോകേണ്ട. അപ്ഡേഷൻ കഴിയുമ്പോൾ ഈ ഒരു ക്യാബിനൊക്കെ ഫുൾ മാറും. വളരെ സെറ്റപ്പ് ആയിരിക്കും. നമുക്ക് അത് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാം. പിന്നെ അതിന്റെ സീറ്റിംഗ് കംഫർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ലൈലൻഡ് വരുന്ന ഡിഫോൾട്ട് ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നൊക്കെ ഇവിടെ തന്നെയാണ്. ഇതിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഈ സൈഡിൽ ഇതിന്റെ കൊടുത്തിട്ടുണ്ട്. ലിഫ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗിയർ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയർ ആണ് വരുന്നത്. ക്ലച്ച് ആണെങ്കിൽ 350 mm ആണ് ഇതിന്റെ ഡയമീറ്റർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈലാഞ്ചിയുടെ ഒരു ഡ്രൈവർ ക്യാബിന്റെ ലുക്ക് വരുന്നത്. ഇത് നമുക്ക് ഇന്റീരിയർ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ATP ബസ്സുകളെ പോലെ തന്നെ 2x2 ലേഔട്ടിൽ 45 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് മൈലാഞ്ചിക്കുള്ളിൽ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ റൂഫിൽ ക്ലോത്ത് ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. മുകളിലൂടെ ആയിട്ട് വൈറ്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബർത്തിലൂടെ ആയിട്ട് യെല്ലോ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ഗാങ് വേലായിട്ട് ഒരു വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ
ബർത്തിന്റെ താഴെ നോക്കുകയാണെങ്കിൽ റീഡിംഗ് ലാംപ്സിന്റെ ഒക്കെ ലൈറ്റിംഗ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. വണ്ടി ഇപ്പം വന്ന ഫ്രഷ് ലുക്കിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സീറ്റുകൾ കവറിലൊന്നും അയച്ചിട്ടില്ല, ഫ്രഷ് ലുക്കിലാണ് എടുക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്ന തലേദിവസമാണ് വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇനി സീറ്റിംഗിന്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. യുനോമിന്റെ സീറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം ഇതിന്റെ സീറ്റിംഗിന്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് റിക്ലൈനിങ് നോക്കുകയാണെങ്കിൽ ഇത്രയധികം റിക്ലൈനിങ് ഓരോ സീറ്റുകൾക്കുമായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റിന്റെ 2 സൈഡിലായിട്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, ലെഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിന്റെ സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ റീഡിംഗ് ലാംപ്സ്, AC വെന്റിന്റെ ക്ലസ്റ്റർ മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എല്ലാ സീറ്റിന്റെ മുകളിലായിട്ടും ഫാൻ ഫെസിലിറ്റി വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള കർട്ടൻസ് ആണ് വണ്ടിയുടെ കളറിനോട് ചേരുന്ന രീതിയിലുള്ള, വണ്ടിയുടെ ബേസിക് കളർ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളറിലുള്ള കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് ക്വാർട്ടർ ഗ്ലാസിലും കട്ടൺ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, ക്വാർട്ടർ ഗ്ലാസിലായിട്ടും കട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സീറ്റിംഗിന്റെ കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മഴയത്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വ്ലോഗ് എടുത്തിട്ടുള്ളത്. മഴ ചോർന്ന ഗ്യാപ്പ് ഒക്കെ എടുത്താണ്, എങ്കിലും നമ്മൾ ഔട്ടർ കാലത്ത് മഴ ഒരു നിവൃത്തിയില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു BS6 സെഡോൺ ലുക്കിൽ ഇറങ്ങിക്കുന്ന ഒരു ബസ് കാണാം. കേരളത്തിൽ തന്നെ 222 വീൽ ബേസിൽ ആദ്യമായിട്ട് BS6 ഇറങ്ങിയിരിക്കുന്ന ബസ്സാണ് നിങ്ങൾ ഈ സൈഡ് കാണുന്നത്. മൈലാഞ്ചിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ബസ്സായിരുന്നു. ഒരു നല്ലൊരു അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ബസ്സായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ ഇടയ്ക്ക് വരെ അത് ഗ്രാഫിക്സ് ആയിട്ട് ഉണ്ടായിരുന്നു, പിന്നെ അത് വൈറ്റിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ ഗ്രാഫിക്സുമായിട്ട് ഒരു പുതിയ AIT ബസ്സുമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ബസ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു ബസ്. അന്നൊരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആയിരുന്നെങ്കിൽ ഇന്നിപ്പം പല വർണ്ണത്തിലാണ് ഈ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലേക്ക് ഈ ഒരു ബസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെട്ട പുതിയ AITP ബസ് കൂടാതെ 3 49 സീറ്റർ ബസ് ഉണ്ട്. അതുപോലെ ഒരു 19 സീറ്റർ, ഒരു ട്രാവലർ ഉണ്ട്, വേറെ ഒരു 34 സീറ്റർ ഉണ്ട്. അതുപോലെ ഒരു പുതിയ 34 സീറ്റർ കൂടെ ഉടനെ മൈലാഞ്ചി ഹോളിഡേയ്സിലേക്ക് വരുന്നതാണ്. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയും ബസ്സും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് കുറേ അധികം AITP ബസ്സുകൾ മിസ്സായി പോയിട്ടുണ്ട്. നമ്മൾ പറ്റുന്ന വിധത്തിൽ ഈ ഒരു ബസ്സുകളൊക്കെ നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും. പല ബസ്സുകളും അപ്ഡേഷനിലേക്കൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ കുറേ ബസ്സുകൾക്ക് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയുന്നവരുണ്ടെങ്കിൽ ഓണേഴ്സിൻ്റെയോ മാനേജേഴ്സിൻ്റെയോ കോൺടാക്ട് നമ്പർ നമുക്ക് എത്തിച്ചേരാണെങ്കിൽ അവരെ വിളിച്ച് നമ്മൾ വീഡിയോ ചെയ്യാനുള്ള അറേഞ്ചൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജു നിലമ്പൂർ.